ഒരു ദിവസം ഗോമായു എന്ന കുറുക്കൻ കാട് വിട്ട് നാട്ടിലേക്കിറങ്ങി. പക്ഷേ നാട്ടിലെ പട്ടികളുണ്ടോ വിടുന്നു? പ്രാണനും കൊണ്ട് ഓടിയ ഗോമായു ഒരലക്കുകാരന്റെ പറമ്പിൽ ചെന്നുപെട്ടു. നായ്ക്കളിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും ഗോമായു നിറം മാറി ഒരു നീലക്കുറുക്കനായി. ഉണർന്നെണീറ്റ ഗോമായു വിചിത്രമായ ഒരു കാഴ്ച കണ്ടു. എന്താ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കാൻ? അവരോട് തന്നെ ചോദിക്കാം. എന്നെ ഇത്രയ്ക്ക് ഭയക്കാൻ എന്താ കാര്യം? അപ്പൊ ഇതാണല്ലേ കാര്യം. അപ്പോഴെന്നെ പേടിച്ചിട്ടാ ഇവരോടുന്നത്. ഇത് മുതലെടുത്തിട്ട് തന്നെ കാര്യം. നീലത്തിൽ വീണത് നന്നായി. നിങ്ങളാരും ഭയപ്പെടണ്ട. നിങ്ങളുടെ രാജാവാകാൻ വനദേവത എന്നെ നിയോഗിച്ചിരിക്കുന്നു. എത്രയും പെട്ടെന്ന് എന്നെ രാജാവായി വാഴിക്കുക. നിങ്ങളെ ഞാൻ വെറുതെ വിടാം. ഏതായാലും ഈ അത്ഭുത ജന്തുവിനെ വനദേവത നേരിട്ടയച്ചത് തന്നെ. നമുക്കിവനെ രാജാവാക്കാം. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗോമായു അംഗരക്ഷകരോടൊപ്പം പാറപ്പുറത്തിരുന്ന് വെടി പറയുകയായിരുന്നു. അപ്പോഴതാ ദൂരെ നിന്നും കുറുക്കന്മാരുടെ ഓരിയിടൽ. അവൻ അടക്കാൻ കഴിഞ്ഞില്ല. എല്ലാം മറന്ന് അവൻ അവരോടൊപ്പം ഉച്ചത്തിൽ ഓരിയിട്ടു. നോക്കണേ, ചതിയന് പറ്റിയ ചതി. ഒരു കാടിന്റെ നടുവിലുള്ള തടാകത്തിൽ ഒരു വായാടിയായ ആമച്ചേട്ടൻ താമസിച്ചിരുന്നു. ആമച്ചേട്ടന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായിരുന്നു വെളുത്ത രണ്ടു കൊക്കുകൾ.
ഒരു വായാടിയായിരുന്ന ആമച്ചേട്ടൻ തടാകത്തിലെ കഥകളും കാട്ടിലെ വിശേഷങ്ങളും സരസമായി പറഞ്ഞ് അവരെ സന്തോഷിപ്പിച്ചിരുന്നു. അങ്ങനെയിരിക്കെ വേനലിന്റെ കാഠിന്യം വർദ്ധിച്ചു. തടാകത്തിലെ വെള്ളം വറ്റി. ഇങ്ങനെ പോയാ മീനുകൾക്കൊപ്പം ഞാനും ചാവും. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇവിടെ കിടന്നാ ഞാൻ ചത്തുപോകും. ശരിയാണ്, ആമച്ചേട്ടൻ പറയുന്നതിൽ കാര്യമുണ്ട്. പക്ഷെ എങ്ങനെയാണ് കൊക്കുകളായ ഞങ്ങൾക്ക് ആമച്ചേട്ടനെ കൊണ്ടുപോകാൻ കഴിയുക? ഞാനൊരു കമ്പിന്റെ നടുവിൽ കടിച്ചു തൂങ്ങിക്കിടക്കാം. നിങ്ങൾ രണ്ടുപേരും കമ്പിന്റെ രണ്ടറ്റത്തും കൊത്തിക്കൊണ്ട് പറക്കണം. സൂത്രം കൊള്ളാം. പക്ഷെ ഒരു കാര്യം, പറക്കുന്നതിനിടയിൽ വാ തുറക്കുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. ഞാൻ സംസാരിക്കില്ല. ആമച്ചേട്ടൻ ആദ്യം ഒന്ന് വിരണ്ടെങ്കിലും ആകാശയാത്ര നല്ല രസമായി തോന്നി. വായാടിയായ ആമച്ചേട്ടനാണെങ്കിലോ ഒന്നും സംസാരിക്കാൻ കഴിയാത്തതിൽ മാത്രമേ വിഷമമുണ്ടായിരുന്നുള്ളൂ. രണ്ടു കൊക്കുകൾ ആമയെ കൊണ്ടുപോകുന്നത് കണ്ടപ്പോ കാക്കയ്ക്ക് കൗതുകം തോന്നി. കാക്ക ആമച്ചേട്ടനെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, അയ്യോ, ഇതെന്താ ആമ പറക്കുന്നോ? കാക്കയുടെ പരിഹാസം കേട്ടപ്പോ ആമച്ചേട്ടന് സഹിച്ചില്ല. മറുപടി പറയാൻ വാ തുറന്നതും കമ്പിലെ പിടിവിട്ടതും ഒന്നിച്ചായിരുന്നു. അയ്യോ! ആമച്ചേട്ടൻ തനിക്ക് പറ്റിയ അമളിയോർത്ത് ഇളിഭ്യനായി മടങ്ങി. വേട്ടക്കാരന്റെ കെണിയിൽ വീണ് കിടക്കുകയായിരുന്നു ഒരു കടുവ. ഇയാളെ പറ്റിച്ച് രക്ഷപ്പെടാം. ഇതെന്ത് കഥ? കടുവ പ്രാർത്ഥിക്കുകയോ? ഹേ മനുഷ്യ, നിങ്ങൾക്ക് ദൈവത്തിന്റെ ഒരു സന്ദേശമുണ്ട്, സ്വീകരിച്ചാലും. ദൈവത്തിന്റെ സന്ദേശമോ? അതെ, എനിക്ക് ദൈവത്തിന്റെ വെളിപാടുണ്ടായിരിക്കുന്നു. ഒരു സാധുവായ മനുഷ്യൻ എന്നെ തേടി വരുമെന്നും അയാൾക്ക് ഭഗവാൻ അരുളി ചെയ്ത സന്ദേശം നൽകണമെന്നുമായിരുന്നു വെളിപാട്. ആ മനുഷ്യൻ നിങ്ങൾ തന്നെയാണ്. എന്നാൽ വേഗമാകട്ടെ, ആ സന്ദേശം എനിക്ക് പറഞ്ഞു തരൂ. പറഞ്ഞു തരാമല്ലോ, പക്ഷേ എന്നെ തുറന്നു വിടണം. തുറന്നു വിടാനോ? തുറന്നു വിട്ടാൽ നീ എന്നെ തിന്നും. പക്ഷേ തുറന്നു വിട്ടാലേ മന്ത്രം പറഞ്ഞു കൊടുക്കൂ എന്ന് കടുവയും ശഠിച്ചു. അവസാനം ഗ്രാമീണൻ കടുവയെ തുറന്നുവിട്ടു. എവിടെ സന്ദേശം? താങ്കൾ എന്റെ ഭക്ഷണമാകണം എന്നതാണ് ദൈവത്തിന്റെ സന്ദേശം. എടാ ദുഷ്ടാ,
നിന്നെ തുറന്നു വിട്ട് എന്നെ തന്നെ നീ തിന്നുന്നോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എന്റെ ഭക്ഷണമാണ്. എനിക്ക് വിശക്കുന്നു. ഗ്രാമീണൻ കേണപേക്ഷിച്ചപ്പോൾ കടുവ ഒരു വിട്ടുവീഴ്ച ചെയ്തു. ശരി, നമുക്ക് 3 പേരുടെ അഭിപ്രായം ചോദിക്കാം. ആരെങ്കിലും ഒരാൾ നിങ്ങളെ കൊല്ലണ്ട എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ വിട്ടയക്കാം. കടുവയും ഗ്രാമീണനും മധ്യസ്ഥരെ അന്വേഷിച്ച് നടന്നു. ഈ കടുവയെ ഞാൻ വേടന്റെ കൂട്ടിൽ നിന്നും രക്ഷിച്ചു. രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ എന്നെ തിന്നണം എന്ന് പറയുന്നു. ഇത് ന്യായമാണോ? ന്യായം തന്നെ. എന്താ സംശയം? ഈ മനുഷ്യർ ഞങ്ങളെ കൊണ്ട് എല്ലും മുറിയെ പണിയെടുപ്പിക്കും. അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്യും. രോഗം വന്നാൽ ഉപേക്ഷിക്കും. അത്രയ്ക്ക് ക്രൂരന്മാരായി ഇവര്. ഇയാളെ തിന്നണം. അയാൾ കടുവയോടൊപ്പം അടുത്തയാളെ അന്വേഷിച്ചു നടന്നു. കടുവ പറയുന്നത് ന്യായം തന്നെ. മനുഷ്യർ എത്ര ക്രൂരന്മാരാണ്. എന്റെ ഭാര്യയെ ഒരു മനുഷ്യൻ കൊന്നു. എന്നിട്ട് അവളുടെ തോല് വിറ്റ് അയാള് പണമുണ്ടാക്കി. ഈ മനുഷ്യനെ തിന്നുക തന്നെ വേണം. അവർ അടുത്ത മധ്യസ്ഥനെ അന്വേഷിച്ചു നടന്നു. ഗ്രാമീണന്റെ കഥ കേട്ടപ്പോൾ കുറുക്കന് പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലായി. നിങ്ങൾ പറയുന്നത് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ മനുഷ്യൻ കൂട്ടിൽ കിടക്കുമ്പോൾ കടുവച്ചേട്ടൻ അതുവഴി വന്നു ഇല്ലേ? ഛേ, വിഡ്ഢിത്തം. ഞാനായിരുന്നു കൂട്ടിൽ. ശരി. അപ്പോൾ ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുകയായിരുന്നു. കണ്ണു തുറന്നപ്പോൾ കടുവച്ചേട്ടനെ കണ്ടു അല്ലേ? ഛായ്, അസംബന്ധം. ഞാനായിരുന്നു കൂട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ശരിയാണ്, കടുവച്ചേട്ടൻ കൂട്ടിലായിരുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെ എത്തി? കുറുക്കൻ ഒന്നും അറിയാത്ത പോലെ പിന്നെയും ചോദിച്ചു. മണ്ട ശിരോമണി, ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലായില്ലേ? എന്തോ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് സംഭവം നടന്ന സ്ഥലത്ത് പോകാം. ശരി, പോകാം. കടുവയും കുറുക്കനും ഗ്രാമീണനും അങ്ങനെ കാട്ടിൽ കടുവ കിടന്ന കൂട്ടിനടുത്തെത്തി. ഇനി ഞാനൊന്ന് കാണട്ടെ കാര്യങ്ങൾ എങ്ങനെയാണ് സംഭവിച്ചതെന്ന്. ഈ മനുഷ്യൻ കൂട്ടിൽ കയറട്ടെ. കടുവച്ചേട്ടൻ എങ്ങനെയാണോ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നത് അങ്ങനെ ചെയ്യട്ടെ. ഈ മണ്ടനോട് എത്ര തവണ പറയണം, ഞാനായിരുന്നു കൂട്ടിൽ. അതെങ്ങനെ? കടുവച്ചേട്ടൻ എങ്ങനെ കൂട്ടിൽ കയറും? മരക്കഴുത. ദാ ഇങ്ങനെ. ഇപ്പൊ മനസ്സിലായോ? ശരി, സമ്മതിച്ചു. ഇനി നിങ്ങൾ ആ കൂടടയ്ക്കൂ. ഞാനൊന്ന് കാണട്ടെ നിങ്ങൾ എങ്ങനെയാണ് അത് തുറന്നതെന്ന്. ഇനി ഞാൻ കൂട് തുറക്കട്ടെ? എടോ മനുഷ്യ, നിങ്ങളെപ്പോലൊരു പമ്പര വിഡ്ഢിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വേഗം ഓടി രക്ഷപ്പെടാൻ നോക്ക്. ഗ്രാമീണൻ ഇത് കേൾക്കാത്ത താമസം കുറുക്കന് നന്ദി പോലും പറയാതെ ഓടി രക്ഷപ്പെട്ടു. കടുവച്ചേട്ടാ, ചേട്ടൻ ഇനി സൗകര്യം പോലെ പ്രാർത്ഥിച്ചോളും. ഒരിക്കൽ നാട്ടിലെ ഒരാട് വഴി തെറ്റി കാട്ടിലെത്തി. കാടിന്റെ പച്ചപ്പ് കണ്ട് ആടാകെ അമ്പരന്നു. ഹായ്, എന്തു ഭംഗി! നിറയെ പുല്ല്,
ഇതാണോ ഈ മനുഷ്യർ കാട് കാട് എന്ന് പറഞ്ഞ ആടുകളെ പേടിപ്പിക്കുന്നത്? ഇനി വയ്യ, ഏതായാലും അങ്ങോട്ട് കയറിയിരിക്കാം. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗുഹയുടെ ഉടമസ്ഥനായ സിംഹം അവിടെ എത്തി. എന്റെ ഗുഹയിൽ കയറാൻ ധൈര്യമുള്ള മറ്റൊരുവനോ? ഇതേതു മൃഗം? ഇവിടെങ്ങും മുൻപ് കണ്ടിട്ടില്ലല്ലോ. ആടിന്റെ രൂപം കണ്ടപ്പോൾ സിംഹത്തിന് പേടിയായി. ദൂരെ നിൽക്കാം. ആരാണ് എന്റെ ഗുഹയിൽ? ഏതായാലും മരിക്കും. ഒരു വിദ്യ പ്രയോഗിച്ചാലോ? അത് ചോദിക്കാൻ നീ ആരാടാ? ആരും എന്നോട് ഇങ്ങനെ ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ആള് നിസ്സാരനല്ല. ഞാൻ കാട്ടിലെ രാജാവ് സിംഹം. എന്റെ ഗുഹയിൽ നിന്നും വേഗം പുറത്തിറങ്ങ. നീയാണോ അപ്പോൾ കാട്ടിലെ രാജാവെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന സിംഹം? നീ രാജാവെങ്കിൽ ഞാൻ ചക്രവർത്തിയാണ്, എല്ലാ കാടുകളുടെയും രാജാവ്. നിന്നെ കാത്തു തന്നെയാ ഞാനിരിക്കുന്നത്. ഇത്രയും കേട്ടപ്പോൾ സിംഹം തിരിഞ്ഞോടി. എന്നാൽ ഈ വിശേഷങ്ങളൊക്കെ ഒരു കുറുക്കൻ കാണുന്നുണ്ടായിരുന്നു. കാര്യം എന്തെന്നറിയാൻ കുറുക്കനും സിംഹത്തിന്റെ പിന്നാലെയോടി. രാജാവേ, അവിടെ ഒന്ന് നിന്നാലും. അങ്ങ് എങ്ങോട്ടാണ് പരവശനായി ഓടുന്നത്? നിന്നെ കണ്ടത് നന്നായി. നീ ചക്രവർത്തിയെ കണ്ടിട്ടുണ്ടോ? ചക്രവർത്തിയോ? അതെ, അങ്ങനെ ഒരു ജന്തു എന്റെ ഗുഹയിൽ കയറിയിരിക്കുന്നു. ഇനി ഈ കാട്ടിൽ രക്ഷയില്ല. രാജാവില്ലാത്ത മറ്റേതെങ്കിലും കാടുണ്ടോ എന്ന് നോക്കട്ടെ. ഈ സിംഹത്തിന് പൊണ്ണത്തടി മാത്രമേ ഉള്ളൂ, ബുദ്ധി തീരെയില്ല. പ്രഭോ, അങ്ങേ ആരോ പറ്റിച്ചതാ. വാസ്തവം എന്തെന്ന് ഞാൻ നോക്കിയിട്ട് വരാം. വലിയ ധൈര്യശാലിയല്ലേ? പോയി നോക്കിയിട്ട് വാ, മൊണ്ടൻ. കുറുക്കൻ ഓടി ഗുഹയ്ക്കടുത്ത് ചെന്നു. വെളിയിലുള്ള കാൽപ്പാടുകൾ കണ്ടപ്പോൾ തന്നെ കുറുക്കന് ആളെ പിടികിട്ടി. പ്രഭോ, അങ്ങയുടെ ഗുഹയിൽ ഒരാടാണ്. ആടോ? അത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ എത്രയോ ആടുകളെ ഗ്രാമത്തിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങ് ധൈര്യമായി വന്നാലും പേടിയാണെങ്കിൽ എന്റെ പുറകിൽ ഒളിച്ചാൽ മതി. കാട്ടിലെ രാജാവായ ഞാൻ നിസ്സാരനായ ഒരു കുറുക്കന്റെ പിന്നിൽ ഒളിക്കുകയോ? ഛേ! പ്രഭോ, നമ്മുടെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടാം. ആ ജന്തു തിന്നുകയാണെങ്കിൽ ആദ്യം എന്നെ തിന്നട്ടെ. അങ്ങ് വന്നാലും. അങ്ങനെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടി സിംഹവും കുറുക്കനും ഗുഹയുടെ മുന്നിലെത്തി. കുറുക്കനെയും സിംഹത്തെയും ഒന്നിച്ചു കണ്ട ആടിന് വെപ്രാളമായി. പക്ഷേ അവരുടെ വാലുകൾ കൂട്ടിക്കെട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ കാര്യം പിടികിട്ടി. അപ്പോൾ
ഈ കുറുക്കന്റെ ധൈര്യത്തിലാ സിംഹം തിരിച്ചു വന്നിരിക്കുന്നത്. ഇപ്പൊ കാണിച്ചു കൊടുക്കാം. എപ്പോ എത്തി ചക്രവർത്തി? കുറച്ചു നേരമായി ചങ്ങാതി നിന്നെയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അത് സാരമില്ല, സിംഹത്തെ കൊണ്ടുവന്നല്ലോ, അത് മതി. നീയാണ് ശരിക്കും കുറുക്കൻ. ഒരു സിംഹത്തെ തിന്നണമെന്ന് പറഞ്ഞപ്പോൾ നീ രാജഹാവിനെ തന്നെ കൊണ്ടുവന്നു. എന്താ മടിച്ചു നിൽക്കുന്നത്? ആ കിഴവനെ ഇങ്ങോട്ട് തള്ളിവിട്, അതോ ഞാൻ അങ്ങോട്ട് വരണോ? ഇത് കേൾക്കണ്ട താമസം നിലവിളിച്ചുകൊണ്ട് സിംഹം ഓടി. കുറുക്കന്റെ കാര്യം പിന്നെ പറയണോ?